നാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. 4 നോമ്പും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്ന് ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് എന്തായിരുന്നാലും ഹെവി ആയിട്ട് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പത്തിരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട സമയത്ത് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, പത്തിരി റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന്. പത്തിരി നമുക്കങ്ങനെ അത്ര വലിയ ഈസിയുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. മേ ബി തിരുവനന്തപുരം കാര്യമായതുകൊണ്ടായിരിക്കും. അല്ല മലപ്പുറത്തോ കണ്ണൂരെല്ലാം ജനിച്ചാണെങ്കിൽ ചിലപ്പോൾ എനിക്കത് ഈസിയായി മാറുമായിരുന്നായിരിക്കും. എന്തായാലും എനിക്കിത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പിട്ട് വീണ്ടും തിളപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാൻ അതിലേക്ക് പത്തിരിപ്പൊടി, നൈസായിട്ടുള്ള പൊടിയോട് ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന നൈസ് പത്തിരിപ്പൊടിയാണ്. വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നൈസ് പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പം മാവ് പാകാവുന്ന സമയത്ത് ഞാൻ മാവ് ഇടലങ്ങ് നിർത്തും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഒന്ന് മാവൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കും. ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മളത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം മാവും വെള്ളമെല്ലാം ഒന്ന് യോജിച്ച് വരുന്നവരൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് പാകമായിട്ട് ഇത്രയും മതിയേ. ഇപ്പം കട്ടി കൂടുതലും അല്ല കട്ടി കുറവല്ല, ഒരു പാകത്തിനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടേ അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, അതായത് വേവിച്ചെടുക്കുന്നുണ്ട്. മാവ് ഒന്ന് കുക്കായി വരണം. ഒരു 3-4 മിനിറ്റിനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അടുപ്പ് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് അടച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പാകത്തുന്ന സമയത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണേ, അതാണ് എൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്കൊരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താലും നല്ലതാണ്. ഇനി നമുക്കിത് കുറച്ച് മാവെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് എത്രത്തോളം വലിപ്പം വേണം പത്തിരിക്ക് അതനുസരിച്ചിട്ട് ബോളാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കും. ഞാൻ ആദ്യം ആ ഒരു പത്തിരി പ്രസ്സില്ലേ, പൂരിയും പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ പരത്തിയെടുക്കുന്നത്. കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്, അതായത് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം പൊടിമാവിലിട്ടിട്ടുണ്ട് 2 സൈഡും ഒരുപോലെ ഒന്ന് ആ ഒരു പത്തിരി മാവിനെ ഒന്ന് 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കും. എല്ലാം ഒന്ന് അങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ പരത്തിയെടുക്കുന്നത്. 2-3 പേർക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞിട്ട് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ അവർ പരത്തിയെടുത്താലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതിപ്പോൾ കുറേ സമയം അങ്ങ് മെനക്കെട്ട് പോകുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ ആദ്യം പിന്നെ മാവ് കഴിക്കുക, പിന്നെ ഉരുണ്ട ഉരുട്ടി വയ്ക്കുക, പിന്നെ പരത്തിയിട്ട് പിന്നെ പൊടി മാവിലിട്ടിട്ട് പിന്നെയും പരത്തിയെടുക്കണം. അപ്പം കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പം ഇന്നലെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഈ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പരത്തി ഒന്ന് പൊടിമാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചപ്പാത്തി കല്ലിട്ടൊന്ന് പരത്തിയെടുക്കുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പൊടിമാവ് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് പരത്താം, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പൊടിമാവ് മുക്കി വെച്ചിട്ടുണ്ടല്ലോ അതായിരുന്നാലും മതി, അത്ര ആയിരുന്നാലും മതി, ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഉടനെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡൊന്നും പൊട്ടാതെ നല്ല രീതിയിൽ കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പരത്തി വെച്ചതിന് ശേഷമാണല്ലോ പിന്നെ വീണ്ടും ഒന്ന് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ട് ഇത് സൈഡൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഭംഗിയായിട്ട് എടുക്കാമെന്ന്. അങ്ങനൊരു അത്യാവശ്യം ആവട്ട വലിപ്പമുള്ളൊരു പാത്രത്തിൻ്റെ അടപ്പുണ്ടായിരുന്നു. മോന് സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോകില്ല, ആ ഒരു പാത്രത്തിൻ്റെ അടപ്പുണ്ടായിരുന്നേ. അതിൻ്റെ വെച്ചിട്ട് ഞാൻ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ടായിരുന്നു. കഴിക്കാനൊക്കെ ടേസ്റ്റാണ്, കാണാനും ഒടുക്കത്തെ ഭംഗിയൊക്കെയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈം മെനക്കേട്. ഒരു കിച്ചൺ മൊത്തത്തിലൊന്ന് കൊളാവും. പൊടിമാവും പിന്നെ ചുട്ടെടുക്കുന്ന സമയത്തുള്ള മെനക്കേട് മൊത്തത്തിലൊരു അലങ്കോല പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പത്തിരി ചുടലെന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഈസി പണി ഇതിനേക്കാളും എളുപ്പമാണല്ലോ ഉരട്ടി തയ്യാറാക്കിയെടുക്കണം. ഉരട്ടി ഏതായാലും പാടയടക്കിരുന്നാലും കുറച്ചും കൂടെ ഈസിയാണേ. പിന്നെ ഇതാ പരത്തി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതുണ്ടല്ലോ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പം കുറച്ച് ഭാഗം മാത്രമേ പോകുന്നുള്ളൂ, അത്യാവശ്യം വലുതായിട്ടാണല്ലോ പരത്തിയെടുത്തത്. എല്ലാ പത്തിരി ഇതുപോലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചു.
ഇപ്പം തന്നെ ടൈം നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. ഒരു വൈകിട്ടൊക്കെ ഉച്ചയ്ക്ക് കയറിയതാണ്, ഒരു വൈകിട്ടൊക്കെയായി. ഇതൊക്കെ ഞാൻ പരത്തി എടുത്ത് കഴിഞ്ഞപ്പം തന്നെ. ഇനി മട്ടൻ കറിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാനിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം കുക്കറിൽ വേവിച്ചെടുക്കുന്നില്ല മട്ടൻ. വലിയ മുറ്റുള്ള മട്ടൻ അല്ലായിരുന്നു കേട്ടോ, പെട്ടെന്ന് റെഡിയാവുന്നതായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു പാത്രത്തിൽ പാനിൽ തന്നെ അങ്ങ് വെക്കാമെന്ന്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 10-20ഓളം ചെറിയുള്ളി വേണം, 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം, അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി, 4 പച്ചമുളക്, നോർമൽ പച്ചമുളകാണേ. ഇത്രയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുത്താൽ മതിയാകും. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3-4 സവാള വരെയൊക്കെ ആക്കാം. ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കാം. നല്ല വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ ആക്കാം കേട്ടോ. ഇത് കുഞ്ഞായതുകൊണ്ട് ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒന്ന് സ്ലൈസ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഞാൻ അത് അടച്ചൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് റെഡിയാക്കി കിട്ടിക്കോളും. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകുമെന്നും പേടി വേണ്ട. ഇനി ഇതാ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള മട്ടനാണ്. 1 കിലോ മട്ടനുണ്ട്. ഇതിലേക്ക് ഒരു 4 തൊണ്ടൻ മുളക് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഒരു മെയിൻ സംഭവമാണ് ഈ ഒരു തൊണ്ടൻ മുളക് എന്ന് പറയുന്നത്. കുറച്ച് ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞിക്കായിരുന്നാലും ഈ ഒരു ചിക്കനും മട്ടന് ഐറ്റംസ്, മീൻ കറിക്ക് നമ്മൾ ഈ ഒരു മുളക് ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊരു ഫ്ലേവറാണ് ആ ഒരു മുളകിന്. അതുകൊണ്ട് ഒരു 4 മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മട്ടനും മുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ഒരു കറിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉപ്പൊക്കെ പാകമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നോമ്പ് തുറന്നതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പം ആവശ്യത്തിന് വിട്ടങ്ങ് വേവിച്ചങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിലാണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഇപ്പം നമ്മൾ പാനിലായതുകൊണ്ട് അധികം അങ്ങ് വെള്ളം വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം. ഒരു 1-1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചൊരു 3/4 മണിക്കൂറെങ്കിലും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മട്ടനിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് റെഡി ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി പത്തിരിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതൊരു പാൻ വെച്ചിട്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാൻ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഓരോ പത്തിരി വീതം വെച്ച് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചുട്ടെടുക്കാം. കളർ മാറാനായിട്ട് നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് വരുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയാൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും, വെന്ത് കാണൂല എന്നൊന്നും പേടിക്കണ്ട, നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഒരു സൈഡ് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുമ്പിളിച്ച് വരും. ആ ഒരു ടൈമിൽ വീണ്ടും നമുക്ക് അങ്ങോട്ട് തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് ചട്ടകം വെച്ചിട്ടൊന്ന് ജസ്റ്റ് സ്പാച്ചിലോ ചട്ടകമോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് പൊള്ളിച്ച് കിട്ടിക്കോളും. അപ്പം കളർ മാറുകയും ചെയ്യും കേട്ടോ. പിന്നെ ഓരോ പ്രാവശ്യം ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഈ ഒരു പാൻ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. ഒരു ഏതെങ്കിലും ഒരു സാധാരണ ഒരു നോർമൽ കോട്ടൺ തുണി വെച്ചിട്ടേ പാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുന്നല്ല, ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ പത്തിരി ചുട്ടെടുക്കുമ്പോഴും തുടച്ചു കൊടുക്കണേ. അല്ലെങ്കിൽ ഒരു കരിഞ്ഞ് പൊടിയായി ഇങ്ങനെ കിടക്കും. പിന്നെ ബാണായിക്കൊണ്ടിരിക്കും, ഒരുപാട് കരിഞ്ഞരിഞ്ഞ് ആ ഒരു പത്തിരിയുടെയൊക്കെ നിറം മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അത് ഓരോ പത്തിരി വീതം ചുട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലും കൂടെ ഉപയോഗിക്കാം. തേങ്ങാപ്പാലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ആ മട്ടനൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത്രയും പൊടികളാണ്, മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ഇതിപ്പം ഡ്രൈ പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കറിപ്പാകമാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് റെഡിയായി വന്ന സമയത്തൊന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് കെറ്റിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതിലേക്ക് നമുക്ക് ആ ഒരു തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പോളം, 2 കപ്പ് വേണ്ട, 1.5 കപ്പോളം വെള്ളം ചേർത്തെടുക്കാം കേട്ടോ, കുറച്ചൊന്ന് കറിയായിട്ട്. പക്ഷേ ഇത് വീണ്ടും തണുത്തുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രി നമ്മൾ അത്താഴം ഇടയത്താഴം നമ്മൾ കഴിച്ചതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഇതിലേക്ക്
കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചത്. ഇതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചൊന്ന് എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം, ഒന്ന് സെറ്റ് ആവട്ടെ. പൊടി കിട്ടതല്ലേ ഉള്ളൂ, ഒന്ന് എല്ലാം കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. ഇതിനിടയ്ക്കും പത്തിരി തയ്യാറാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഓരോ പത്തിരി നമ്മൾ ചുട്ടെടുക്കുമ്പോഴും ആ ഒരു പാനൊന്ന് വൃത്തിയാക്കാനായിട്ട് മറക്കരുത്, അത് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞിട്ടേ പത്തിരിയുടെ കളറങ്ങ് മാറാനുള്ള ചാൻസ് ഉണ്ട്. പത്തിരിക്ക് ഒന്നിനെ ചുട്ടൊന്ന് മാറ്റി വെച്ചു. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് ചിക്കൻ ഫ്രൈയും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. മസാല നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞളും മുളകും പെരിഞ്ചീരകവും ഗരം മസാലയും കുറച്ച് വിനാഗിരിയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തിട്ടൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ആ ഒരു മാരിനേഷൻ തന്നെ കേട്ടോ. വേറെ കൂടുതൽ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. ഇത്ര നമുക്ക് നല്ലോണം വെളിച്ചെണ്ണയിൽ ചൂടാക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ചിക്കൻ ഒരു സൈഡായി വന്ന സമയത്ത് ഞാൻ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡ് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. പിന്നെ മട്ടൻ കറിയും എണ്ണയൊക്കെ തെളിഞ്ഞ് പാകെ വന്നിട്ടുണ്ട്. ഒരു നോർമൽ മട്ടൻ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയായിരുന്നു. പിന്നെ ഞാൻ ജ്യൂസായിട്ട് തണ്ണിമത്തങ്ങയാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്, പഞ്ചസാര ഒന്നും ഇടാതെ. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ തരിക്കഞ്ഞിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഞാൻ നോമ്പ് കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. തരിക്കഞ്ഞി സിമ്പിളായിട്ടുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പാലും വെള്ളവും പിന്നെ റവയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്താണ്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് പപ്പായ ഉണ്ടായിരുന്നു, പേരയ്ക്ക, മുന്തിരിങ്ങ, പിന്നെ സപ്പോട്ട നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. സപ്പോട്ട കുറേ ഇങ്ങനെ പഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തണ്ണിമത്തങ്ങ, തരിക്കഞ്ഞി, പിന്നെ നാരങ്ങയുള്ള തണ്ണിമത്തങ്ങ ജ്യൂസ്. ഇത്രയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചെറിയ റെസിപ്പി വീഡിയോ ഒക്കെയാണ്. ഒരാൾ ചോദിച്ചത് അനുസരിച്ചിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു പത്തിരി എൻ്റെ പ്ലാനിലേ ഇല്ലായിരുന്നു ഒരു പത്തിരി. ഞാൻ സാധാരണ ഉറട്ടി ഉണ്ടാക്കാനേ സാധാരണ നിൽക്കുള്ളൂ. അപ്പം എന്തായിരുന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി മെനക്കെടാം അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ 4ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഫുഡ് വിശേഷങ്ങളാണ്, ബാക്കിയൊന്നുമല്ല. പിന്നെ നമ്മുടെ ഈ ഒരു നോമ്പ് തുറക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 മണിയൊക്കെ ആവുന്ന സമയത്താണ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നേരത്തെ വിശന്നു. പിന്നെ ഇത് തന്നെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അത്താഴത്തിനും ഇത് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ റെസിപ്പിയും വീഡിയോ ഒക്കെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ മറക്കാത്തതിന് ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തു നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.